ഗുഡ് ഈവനിങ് ഓൾ, സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് അതിഗംഭീരമായ രീതിയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു സെൽ ഓഫ് മാർക്കറ്റ് കണ്ടു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് ഈ ഒരു ആഴ്ചയിലെ ആദ്യ ദിവസം തന്നെ നമ്മൾ നിരാശപ്പെടുത്തി. ഓട്ടോ സെക്ടറും കൂടാതെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറുമാണ് ഇന്ന് ശക്തമായ ഒരു ഇടിവിന് കാരണമായത്. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തു. ഓപ്പണിംഗ് റേഞ്ച് ആദ്യമേ നിഫ്റ്റി ഒരു 23,725 ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഒരു സഡൻ റാലി നിഫ്റ്റി 23,900 ബ്രേക്ക് ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടത് കനത്ത സെൽ ഓഫാണ്. 317 പോയിന്റ് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നിഫ്റ്റി ഇന്ന് ശക്തമായിട്ടുള്ള ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഹിൻഡൽകോ, ഭാരത് ഇലക്ട്രിക്, ട്രെൻഡ്, ടാറ്റ മോട്ടോഴ്സ്, ONGC, ടാറ്റ മോട്ടോഴ്സ് അല്ലാതെയുള്ള മറ്റുള്ള ഓട്ടോമൊബൈൽസിലെ കമ്പനീസ്, കൂടാതെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനീസ് എല്ലാം തന്നെ ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. അദാനി എന്റർപ്രൈസസ് ഇന്ന് 8% അടുത്ത റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. IT കമ്പനിയായിട്ടുള്ള HCL ടെക് 2% റാലി, മറ്റ് IT കമ്പനിയായിട്ടുള്ള ടെക്കം 1.25% റാലി, ഫാർമ സെക്ടറിൽ നിന്നും സൺഫാർമ 1.5%, പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ടുള്ള ഇൻഡസ്ഇൻഡ് ബാങ്ക് 1% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ബിറ്റ്കോയിൻ നിക്ഷേപകർ ചെറിയ തോതിൽ നിരാശപ്പെടുത്തി. ബിറ്റ്കോയിൻ 1,06,000 എന്ന റേഞ്ചിൽ നിന്നും ഇപ്പോൾ വലിയ തോതിൽ ഇടിഞ്ഞു. ഏകദേശം ഒരു $10,000 മുകളിൽ, അല്ലെങ്കിൽ ഒരു $12,000 മുകളിൽ ഇടിഞ്ഞ് ബിറ്റ്കോയിൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 94,000 ആണ്. ബ്രന്റ് ഓയിൽ 73 തൊട്ട് താഴെ. ഗോൾഡ് കാണാം $6 ഇടിഞ്ഞ പെർ ഔൺസിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2,614 ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് സഡൻ സ്പൈക്ക് രേഖപ്പെടുത്തി. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിലനിൽക്കുന്നുണ്ട്. 5.5% സ്പൈക്ക് രേഖപ്പെടുത്തി ഇന്ത്യ വിക്സ് 13.97. ഡോ ഫ്യൂച്ചർ 95 പോയിന്റ് നെഗറ്റീവും. ജപ്പാൻ മാർക്കറ്റ് 300 പോയിന്റ് അഥവാ 0.77%. ഓസ്ട്രേലിയ 0.32%. കോസ്പി കൊറിയ ഫ്ലാറ്റ് ആയിട്ടും ചൈന പോസിറ്റീവായിട്ടും ട്രേഡിങ് അവസാനിപ്പിച്ചപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE, CSE 40, ഡാക്സ്, യൂറോപ്യൻ മാർക്കറ്റ് 3 മിക്സഡ് ആയ രീതിയിൽ വിത്ത് നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ട് ട്രേഡിങ് തുടരുന്നുണ്ട്. നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഒരുപാട് നാളായി ഫിൻനിഫ്റ്റിയുടെ ഒക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടിട്ട്. സ്പോട്ട് ഉള്ളത് 23,565 ആണ്. മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് നിൽക്കുന്നത് 23,000 ആണ്. അതായത് കറന്റ് സ്പോട്ടിൽ നിന്ന് 565 പോയിന്റ് അകലെയാണ് മേജർ സപ്പോർട്ട് സോൺ. കൂടാതെ തന്നെ ഏറ്റവും ടോപ്പിൽ ഹാച്ച് കാണാൻ സാധിക്കും. അതായത് സപ്പോർട്ട് 23,000 കൂടുതൽ പുട്ട് അഡീഷൻ ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 23,000 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. 24,000 ആണ് മേജർ റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ളത്. എങ്കിലും 23,800 ആദ്യ പ്രതിരോധമായിട്ട് ഫിൻനിഫ്റ്റിയിലുണ്ട്. ഏറെക്കുറെ ഇതേ അവസ്ഥ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും അല്ലെങ്കിൽ നിഫ്റ്റിയിലും ഉള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി ഇനിയിപ്പോൾ മന്തിൽ എക്സ്പയറി ആണോ ഉള്ളത്. നിഫ്റ്റിയുടെ എക്സ്പയറീസ് എല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ഈ സെൻസെക്സിന്റെ എക്സ്പയറി ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയിലേക്ക് മാറും. അതായത് ഒരു BSEക്ക് ഒരു ദിവസം എക്സ്പയറി, NSEക്ക് ഒരു ദിവസം എക്സ്പയറി എന്നുള്ള രീതിയിൽ NSEയും BSEയും ഓരോ ദിവസം എക്സ്പയറി ആയി മാറും. അപ്പോൾ ഡെയിലിയൊക്കെ എക്സ്പയറീസിലെല്ലാം തന്നെ ട്രേഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഒരു പുതിയ രീതിയിൽ ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ മാർക്കറ്റ് രാത്രി വരെ എക്സ്റ്റെൻഡബിൾ ആവുകയാണെങ്കിൽ, അതായത് 11 മണി വരെയൊക്കെയാണ് പുതിയ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുവരെയൊക്കെ ആകുകയാണെങ്കിൽ അടുത്ത ദിവസം മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആകും. DK വളരെ സ്ലോ ആവും. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ശൈലിയോ ഒന്നുമില്ല. നമ്മൾ മാർക്കറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ശൈലികളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറ്റുകയുള്ളൂ. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് കടക്കാം. ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻസും വീഡിയോസും എല്ലാം തന്നെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഞാൻ UAE-യിലാണ്. UAE-യിലെ പല ഭാഗങ്ങളിലുമാണ് ഇപ്പോൾ ഉള്ളത്. അബുദാബിയിലാണ്. ഇനിയിപ്പോൾ നാളെ ദുബായിലേക്ക് തിരിക്കും. അപ്പോൾ ന്യൂ ഇയർ എന്തായാലും ആഘോഷിക്കുക തന്നെ ചെയ്യും. ദുബായിൽ ന്യൂ ഇയർ എല്ലാം തന്നെ വളരെ പ്രസിദ്ധമാണ്. അതിലേക്ക് പോകുന്നില്ല, സമയം കളയുന്നില്ല. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അദാനി എന്റർപ്രൈസസ് സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദാനി വിൽമറിലുള്ള 13% സ്റ്റേക്ക് ഇവർ എക്സിറ്റ് ചെയ്തു. അദാനി എന്റർപ്രൈസസ് നമ്മൾ കണ്ടു നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനർ ആയിരുന്നു. എന്നാൽ അദാനി വിൽമർ സ്ലൈറ്റ്ലി ഫോൾ രേഖപ്പെടുത്തി.
കൂടാതെ തന്നെ ഈ ഒരു അദാനി എന്റർപ്രൈസസിലേക്ക് ഏകദേശം 1200 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ഓൺലൈനിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ബേസിക്കും പഠിക്കാം. കൊച്ചിയിൽ വരാൻ പറ്റുന്ന ആളുകൾക്ക് കൊച്ചിയിൽ വരാം. രണ്ടിൻ്റെയും കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഒരുപാട് ആളുകൾ ഇവിടെ നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പഠിക്കാനായിട്ടൊക്കെ. അപ്പോൾ എല്ലാ ആളുകളും പറയുന്നത് പ്രവാസികൾക്ക് വളരെ സിമ്പിളായിട്ട് ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യാം. കാരണം ഇത് പ്രീ റെക്കോർഡഡ് ആണ്, നിങ്ങളുടെ സമയം അനുസരിച്ചൊക്കെ ഇത് പഠിക്കാൻ സാധിക്കും. എന്ത് സംശയത്തിന് വേണ്ടി നമ്മൾ വിളിക്കാം. വളരെ ചെറിയ ഫീസാണ് നമ്മളുടെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. IPOയിലേക്ക് വരുമ്പോൾ സെനോറസ് ഫാർമ IPO ഇന്ന് 53% ലിസ്റ്റിംഗും കിട്ടി. മഹീന്ദ്ര ഇലക്ട്രിക് കമ്പനി, മഹീന്ദ്രയാണ്, MNM ആണ്, MNMന്റെ സബ്സിഡിയറിയാണ് മഹീന്ദ്ര ഇലക്ട്രിക് കമ്പനി. അപ്പോൾ ഇവര് BAE ഗ്രൂപ്പ് ഏകദേശം ഇവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തു. ഏകദേശം 650 കോടി രൂപ മഹീന്ദ്ര ഇലക്ട്രിക്കിലേക്ക് ഫണ്ട് ഇൻഫ്ലോ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്രേവ്സ് കോട്ടൺ കമ്പനി, വിജയ് കേഡി എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് സ്റ്റോക്ക് സ്പൈക്ക് ചെയ്തു. പിന്നീട് നിഫ്റ്റി ഇടിഞ്ഞപ്പോൾ സ്റ്റോക്കും ഇടിവ് രേഖപ്പെടുത്തി. സെനറസ് ഫാർമ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇതാണ്. മുകളിൽ IPOയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി KES ഇന്റർനാഷണൽ കമ്പനി, ഇന്ന് കമ്പനി ഒരു സബ്സിഡിയറി കമ്പനി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തി. കറോ ഇന്ത്യ കമ്പനി ഇന്ന് ഏകദേശം NSEയിൽ 651 രൂപക്കാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് IPO പ്രൈസ് ഉണ്ടായിരുന്നത് 704 രൂപയാണ്. 7.5% ഡിസ്കൗണ്ടിലാണ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കമ്പനീസും IPOയിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയിട്ടില്ല. എങ്കിലും ലിസ്റ്റിംഗ് ഭീകരമായിട്ട് ഉള്ള ഒരു UCയിലേക്ക് പോകാവുന്നൊരവസ്ഥയൊന്നും വന്നിട്ടില്ല. IPO സ്റ്റിൽ ലുക്രേറ്റീവ് ആണ്. കഴിഞ്ഞ കുറേ IPOസിൽ കിട്ടിയ ആളുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഏകദേശം ഒരു 50%-ലേറെ റിട്ടേൺ കിട്ടി. പക്ഷെ ഒറ്റ ലോട്ടാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്ര വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ പെർ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. സർവോടെക് പവർ കമ്പനി, ഇവര് ഏകദേശം 1100 കിലോ വാട്ടിന്റെ ഒരു ഗ്രിഡ് അഗ്രികൾച്ചറൽ ഓർഡർ ഇവർക്ക് ലഭിച്ചു. സ്റ്റോക്ക് നിന്ന് ഗെയിൻ രേഖപ്പെടുത്തി. HDFC ബാങ്ക്, ഈ ജെഫ്രീസിലെ CEO ക്രിസ് വുഡ്സ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ് വുഡ്സ് അല്ലെങ്കിൽ ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി HDFC ബാങ്കിന്റെ വെയിറ്റേജ് അപ്ഗ്രേഡ് ചെയ്തു. അതായത് സ്റ്റോക്കിനെ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെന്റൈൻ ഹോസ്പിറ്റാലിറ്റി കമ്പനി ഇന്ന് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. 12% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. 643 ആയിരുന്നു ഉണ്ടായിരുന്നത്, 718 ലിസ്റ്റിംഗ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സിഗ്നിറ്റി ടെക്നോളജി കമ്പനി ഇന്ന് സ്റ്റോക്ക് ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും കോഫോർജ് ആയിട്ടുള്ളൊരു ലയനം, കോഫോർജിന് നേട്ടം ഉണ്ടാക്കിയെങ്കിൽ കൂടിയും സിഗ്നിറ്റി ടെക്നോളജി കമ്പനീസിന് അതിലെ നിക്ഷേപകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇന്നത് അവർക്ക് കോഫോർജിന്റെ സ്റ്റോക്ക് കിട്ടും. പക്ഷേ സ്റ്റിൽ സ്റ്റോക്ക് ഇന്ന് മെർജ് ചെയ്തുകൊണ്ട് 7% ഫോള്. മാരുതി സുസുക്കി ഡിസയർ 30 ലക്ഷം മൈൽ സ്റ്റോൺ പ്രൊഡക്ഷൻ കമ്പനി കൈവരിച്ചു, അല്ലെങ്കിൽ സെയിൽസ് കൈവരിച്ചു. ഓല ഇലക്ട്രിക് ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോപ്പ് മാനേജ്മെന്റ് ലെവലിലുള്ള ആളുകൾ റിസൈൻ ചെയ്തു ചെയ്തതായിട്ടുള്ള ന്യൂസാണ് ഉള്ളത്. JSW എനർജി ഇവരുടെ സ്വന്തം ബ്രാൻഡിൽ കമ്പനി EV കാറുകൾ 2025 കൂടിയിട്ട് കമ്പനി പ്രൊഡക്ഷൻ ആരംഭിക്കും. PNB ഹൗസിംഗ് കമ്പനി 5000 കോടി രൂപയുടെ അഫോർഡബിൾ ഹൗസിംഗ് ലോണുകളെല്ലാം തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. KRN എഞ്ചിനീയറിംഗ് കമ്പനിയും അതല്ലെങ്കിൽ ഇൻവിയോൺ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് കമ്പനി, ഇവർ ലോക്കിംഗ് പീരീഡ് തീരുന്നത് കൊണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന് സ്റ്റേക്ക് എല്ലാം തന്നെ സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു എലിജിബിലിറ്റി കൈവരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെല്ല് ചെയ്തേക്കാമെന്നുള്ള പേടി കൊണ്ട് സ്റ്റോക്ക് ഒന്ന് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. ഈ ലോക്കിംഗ് പീരീഡ് കീറുക, അതിനർത്ഥം വേണമെങ്കിൽ സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു എലിജിബിലിറ്റി ഉണ്ട് അവർക്ക്. സ്റ്റോക്ക് ഫോള് ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഭൂരിഭാഗം കമ്പനീസ് പ്രൊമോട്ടേഴ്സ് വിട്ടുമാറുകയാണ് ചെയ്യപ്പെടാറ്. ഏതർ ഇൻഡസ്ട്രീസ് കമ്പനി ഇന്ന് ഇവർ 15 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള പുതിയ സോളാർ പവർ പ്രോജക്റ്റ് ഗുജറാത്തിൽ ഇവർ ഉദ്ഘാടനം നടത്തി. സ്റ്റോക്ക് ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തി. ITC അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോഫോർജ് സിഗ്നിറ്റി ചെയ്ത് ലയനത്തിന് വിപരീതമായിട്ട് വിഭജനം ചെയ്യുകയാണ്. അതായത് ഡീമെർജ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ITC. ഇവരുടെ ഹോട്ടൽ ബിസിനസ് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യും.
നമുക്ക് പരിചയമുണ്ട്. റിലയൻസിൽ നിന്ന് ജിയോ ഫിനാൻസ് പോയ പോലെ, റിലയൻസ് ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ജിയോ ഫിനാൻസിൻ്റെ സ്റ്റോക്ക് കിട്ടിയ പോലെ ITC ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ITC ഹോട്ടലിൻ്റെ സ്റ്റോക്കുകൾ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അക്സെപ്റ്റ് ചെയ്ത ആ ഒരു ഡേറ്റിൽ നിന്ന് 60 ദിവസത്തിന് ഉള്ളിലാണ് കിട്ടുള്ളൂ. വക്കറാങ്കി സ്റ്റോക്ക് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്ത സ്റ്റോക്കിൽ നിന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എല്ലാ ആളുകൾക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ എവിടെയാണെങ്കിൽ കൂടിയും ന്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. വളരെ ബുദ്ധിമുട്ടി നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു സ്ഥലം നമുക്ക് ഒക്യുപ്പൈ ചെയ്തിട്ട് നമ്മൾ ന്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോട്ടലിലോ എല്ലാ സമയത്തും ഹോട്ടലിലല്ല, ചില സമയത്ത് പുറത്താണുള്ള സമയത്തൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിവേ ന്യൂസ് നമ്മൾ മുടക്കാൻ ശ്രമിക്കാറില്ല. എങ്കിലും 31-ാം തീയതി ന്യൂ ഇയർ, അതായത് ബുധനാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് ഉണ്ടാവില്ല. ബുധനാഴ്ച രാവിലെ, അതായത് ന്യൂ ഇയർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.